കോഴിക്കോട് നാദാപുരത്ത് പെരുന്നാൾ ആഘോഷത്തിനിടെ കാറിൽ പടക്കം പൊട്ടിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കേസ്. ഇളയങ്കോട് സ്വദേശികളായ ഷഹറാസ്, റയീസ് എന്നിവർക്കെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. നടു റോഡ് മേലിട്ട് തോന്നിയ ദിവസം കാണിക്കുന്നുണ്ട്. നടു റോഡെന്താ പൊട്ടിക്കുന്നത്? നടു റോഡ് നമ്മൾ മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് ഒരു രസമില്ല. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ആഘോഷങ്ങളാവാം, പക്ഷേ ആഘോഷങ്ങൾ അതിര് കടക്കരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും കാളിദാസ്, നമ്മളിപ്പോൾ കണ്ട ദൃശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് കല്ലാച്ചിയിലെ ദൃശ്യമാണ്. കോഴിക്കോട് തന്നെ വിവിധ ഇടങ്ങളിൽ ഇന്നലെ തന്നെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ആഘോഷങ്ങൾ അതിര് കടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ കല്ലാച്ചിയിലെ ദൃശ്യമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുൻപിൽ കാണിച്ചു കൊടുത്തത്. കല്ലാച്ചിയിലും അതുപോലെ തന്നെ വളയം, കുളപ്പറമ്പിലും ഈ 3 ഇടങ്ങളിലും ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞ ഉടൻ തന്നെയായിരുന്നു ചെറുപ്പക്കാരിൽ ചില ആളുകൾ നടുറോട്ടിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പടക്കങ്ങൾ പൊട്ടിച്ച് എറിയുന്നത്. നമുക്കറിയാം, ഇന്നലെ ഈ മാസപ്പിറവി കണ്ട ഉടനെ പെരുന്നാളാണ് എന്നുള്ളൊരു അറിയിപ്പ് ഉണ്ടായ സമയത്ത് തന്നെ ആളുകളെല്ലാം തന്നെ ഇറച്ചി വാങ്ങിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ വാങ്ങിക്കാനെല്ലാം തന്നെ കുടുംബം എല്ലാവരും തന്നെ കടയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പടക്കം പൊട്ടിക്കുന്നത് കാരണം ആരും തന്നെ മുന്നോട്ട് വരാതെ കാറിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പല ആളുകളും ഇത് സംബന്ധിച്ച് വാക്കേറ്റം ഉണ്ടാവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പോലീസ് പലയിടങ്ങളിലായി ഈ വാഹന ഗതാഗത നിയമം നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഉൾപ്പെടെ കർശനമായി നിരോധിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ വാഹന ഗതാഗത നിയമം തെറ്റിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇത്തരത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായി നടപടിയെടുക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ, അതായത് കല്ലാച്ചിയിലും വളയം, കുളപ്പറമ്പിലും ഈ 3 ഇടങ്ങളിലുമായി പടക്കം പൊട്ടിച്ച്